എന്തിനും ഏതിനും എപ്പോഴും കർണാടക സർക്കാരിനെ കണ്ടു പഠിക്കണമെന്നതാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ സ്ഥിരം പല്ലവി. എന്നാൽ ഒരു ഡാറ്റയും പരിശോധിക്കാതെയാണ് കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനുള്ള ഈ പുകഴ്ത്തലൊക്കെ. അങ്ങനെ പരിശോധിക്കുന്നുണ്ടെങ്കിൽ കർണാടക സർക്കാരിനെ ഒന്ന് നോക്കുക പോലും ചെയ്യരുത് എന്ന് മാത്രമേ കേരളത്തിലെ പ്രതിപക്ഷത്തിന് പറയാൻ സാധിക്കുമായിരുന്നുള്ളൂ. കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രിമാരുടെയും മന്ത്രിമാരുടെയും MLA-മാരുടെയും ഉൾപ്പെടെയുള്ളവരുടെ ശമ്പളം കുത്തനെ വർദ്ധിപ്പിക്കാൻ കർണാടക സർക്കാർ തീരുമാനിച്ചത്. മുഖ്യമന്ത്രിയുടെ വേതനം 75,000-ൽ നിന്ന് 1,50,000 രൂപയായും സ്പീക്കറുടേത് 50,000-ൽ നിന്ന് 1,25,000 ലക്ഷവുമായാണ് വർദ്ധിപ്പിച്ചത്. മന്ത്രിമാരുടെ ശമ്പളം വർദ്ധിപ്പിക്കുമ്പോൾ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാനും സർക്കാർ മറന്നില്ല. ഏപ്രിൽ 1 മുതൽ യൂണിറ്റിന് 36 പൈസ അധികം കർണാടകയിലെ ജനങ്ങൾ വൈദ്യുതിക്കായി നൽകേണ്ടി വരും. കർണാടകയിലെ നന്ദിനി പാലിന്റെ പൈസ വീണ്ടും വർദ്ധിപ്പിക്കാനും സർക്കാർ നീക്കം നടത്തുന്നുണ്ട്. കോർപ്പറേഷൻ ബസ്സുകളിൽ 15% ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിച്ചിട്ടുമുണ്ട് കർണാടക സർക്കാർ. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അനുവദിച്ചതിനാൽ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന് വൻ നഷ്ടം സംഭവിച്ചു എന്നതാണ് ഇതിന് കാരണമായി പറയുന്നത്. ഇത്തരത്തിലുള്ള കർണാടകയിലെ ഭരണം കണ്ടുപഠിക്കാനാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെ തീരുമാനമെങ്കിൽ സംസ്ഥാനത്ത് നിന്ന് അധികം വൈകാതെ കോൺഗ്രസ് അപ്രത്യക്ഷമാവുമെന്ന് ഉറപ്പാണ്.